കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. ബജറ്റ് തയ്യാറാക്കുന്നതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻവർഷം ഇറക്കിയ 2 വീഡിയോകളിൽ റിവൈസ്ഡ് ബജറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് വിശദീകരിച്ചു. മുന്നത്തെ ആഴ്ചയിൽ ചെയ്ത വീഡിയോയിൽ തന്നാണ്ടിലെ ബജറ്റ്, ഇവിടെ 25-26 ബജറ്റ് എങ്ങനെ തുടക്കമിടാമെന്നും അതിൻ്റെ ആക്ടൽസ് എങ്ങനെ ചെയ്യാമെന്നും അതുപോലെ 24-25 റിവൈസ്ഡ് ഭാഗത്ത് എങ്ങനെ എൻട്രി വരുത്താമെന്നും ഒക്കെ നോക്കി. കൂടാതെ വിവിധ തരം പ്രൊഫോർമകൾ ക്രോഡീകരിക്കൽ, അവയുടെ സമയക്രമം, ഓരോ കമ്മിറ്റികളിലും വെക്കേണ്ട രീതികൾ എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. അതായത് ഇപ്പോൾ നമ്മൾ പുതിയ വർഷത്തെ ബജറ്റിലേക്ക്, അതായത് 25-26 ബജറ്റിന്റെ ആദ്യത്തെ 2 കോളം ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് 23-24 ആക്ച്വൽസ് ഫില്ല് ചെയ്തു. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫില്ല് ചെയ്യേണ്ട വിധം. എന്നിട്ട് 24-25 റിവൈസ്ഡ് ഭാഗവും ഫില്ല് ചെയ്തു. ഇനിയാണ് ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതായത് 25-26 പ്രതീക്ഷിത വരവുകളും പ്രതീക്ഷിത ചെലവുകളും. ഈ കോളത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന തുകകളാണ് നമ്മുടെ ബജറ്റ് അവതരണത്തിന്റെ ഭാഗമായിട്ട് ബജറ്റിൽ ഉൾപ്പെട്ട് വരുന്നത്. മുൻവർഷങ്ങളുടെ തുകകളുടെ ഒരു താരതമ്യത്തിന് വേണ്ടിയാണ് നമ്മൾ മുൻ വർഷത്തെ 2 എമൗണ്ടുകൾ ആ കോളങ്ങളിൽ തുകകൾ ആക്ച്വലി നൽകിയത്. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ കോളത്തിൽ, അതായത് 25-26 കോളത്തിൽ എങ്ങനെ രേഖപ്പെടുത്തലുകൾ വരുത്താമെന്ന് നോക്കാം. നമസ്കാരം, ബജറ്റിന്റെ 2ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നോൺ പ്ലാൻ പദ്ധതികളുടെ ഭാഗമായിട്ട് ഘടകസ്ഥാപന മേധാവികളിൽ നിന്ന് അനക്സർ 1-ലും 2-ലും പ്രൊഫോമകൾ വാങ്ങി നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ. അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, ക്രോഡീകരിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതിലെ നിർദ്ദേശങ്ങൾ ബജറ്റിൽ അതുപോലെ തന്നെ പാലിക്കുമെന്ന് ഏതൊരു നിബന്ധനയും ഇല്ല. നമുക്ക് ആദ്യം നമ്മുടെ ബജറ്റിലെ നോൺ പ്ലാൻ ഷെഡ്യൂളുകളായ, അതായത് BS1, 2, 3 അതുപോലെ BS8, ഈ 4 ഷെഡ്യൂളുകൾ എങ്ങനെ ഫില്ല് ചെയ്യുമെന്ന് ആദ്യം നോക്കാം. അതായത് മൂന്നാമത്തെ കോളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോളമാണ്. ഇവിടെ 25-26 കോളം. ഓക്കെ, ഈ കോളങ്ങളുടെ രേഖപ്പെടുത്തലിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ വർക്ക്ഷീറ്റ് 4ഉം 5ഉം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് പ്രകാരം ഈ വർക്ക്ഷീറ്റുകൾ, അതായത് WS4ന്റെയും 5ന്റെയും സഹായത്തോടു കൂടി തൊട്ടടുത്ത വർഷത്തേക്കുള്ള തുകകൾ കണ്ടെത്തുന്ന രീതിയെ പ്രൊജക്ഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഈ പ്രൊജക്ഷൻ മെത്തേഡും പൂർണ്ണമായിട്ട് ശരിയാവണം എന്നൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മുടെ യുക്തി ഉപയോഗിച്ച് തൊട്ട് മുന്നത്തെ വർഷം 24-25 എത്രയാണ് എമൗണ്ട്, അതിനേക്കാളും കുറച്ചും കൂടി ചെറിയൊരു പെർസെൻറ്റേജ് കൂട്ടിയാണ് നമ്മൾ 25-26 ഇടുന്നത്. അത് നമ്മളൊരു അസംഷൻ മെത്തേഡാണ്. ഈ പ്രൊജക്ഷൻ മെത്തേഡും അസംഷൻ മെത്തേഡും 100% ശരിയാവണം എന്നില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി ഏതാണ്ട് നമ്മുടെ പഞ്ചായത്തിൽ പൂർത്തിയായിട്ട് വരികയാണെന്ന് വിചാരിക്കുക. അത് 25-26 ആദ്യം മുതൽ വാടകയ്ക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു വരുമാനം അധികമായിട്ട് വരും. നിലവിൽ നമ്മൾ പ്രൊജക്ഷൻ മെത്തേഡ് വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ പ്രൊജക്ഷൻ മെത്തേഡിൽ കഴിഞ്ഞ വർഷത്തെ വരുമാനം കൊടുക്കുമ്പോൾ അതിന്റെ 5% കൂടെ കൂട്ടിയായിരിക്കും 25-26 വരുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ഒരു രീതി പൂർണ്ണമായിട്ടും ശരിയാവണമെന്നില്ല. നമ്മുടെ പഞ്ചായത്തിലേക്ക് വരാൻ പോകുന്ന ചെലവുകളും വരവുകളും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കണം 25-26 എമൗണ്ട് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. അതുപോലെ മറ്റൊരു ഉദാഹരണം, ചെലവിന്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷം ശമ്പളത്തിന്റെ ചെലവ് കഴിഞ്ഞ വർഷത്തെ ചെലവിനേക്കാളും പ്രൊജക്ഷൻ മെത്തേഡിൽ ഡേറ്റ കൊടുത്തിട്ട് പുതിയൊരു റേറ്റ് അല്ലെങ്കിൽ 5% കൂട്ടിയിട്ട് നമ്മൾ ഈ വർഷം ശമ്പളത്തിന് ചെലവായിട്ടു. എന്നാൽ 25-26 ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്ത് പുതുതായിട്ട് നിയമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളം കൂടി 25-26 കൊടുക്കണം. അപ്പോൾ നല്ലൊരു എമൗണ്ടിന്റെ വ്യത്യാസം വരും. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷിത വരവുകളും പ്രതീക്ഷിത ചെലവുകളും ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നിങ്ങൾ 25-26, അതായത് ഇനി വരാൻ പോകുന്ന വർഷത്തേക്കുള്ള ബജറ്റിന്റെ 3ാമത്തെ കോളം ഫില്ല് ചെയ്യാൻ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അവർക്ക് അവരുടെ ഒരു പങ്കാളിത്തം കൂടി ബജറ്റ് തയ്യാറാക്കുന്നതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അപ്പോൾ ഒന്നുകൂടി പറയാം, 25-26 നമുക്ക് അസംഷൻ മെത്തേഡ് ഉപയോഗിക്കാം, പ്രൊജക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാം. പഴയ 2 വർഷത്തെ ഡേറ്റയെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഡിറൈവ് കിട്ടുന്ന ഡേറ്റ കൊടുക്കുന്ന മെത്തേഡാണ് പ്രൊജക്ഷൻ മെത്തേഡ്. നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഒരു ഡേറ്റ കൊടുക്കുന്നതാണ് അസംഷൻ മെത്തേഡ്. അപ്പോൾ ഞാനിവിടെ ആദ്യം WS4 ഉപയോഗിച്ചിട്ട്, അതായത്
പ്രൊജക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡേറ്റ കണ്ടെത്താം 25-26 ഒരു എമൗണ്ട് കണ്ടെത്താമെന്ന് കാണിച്ചിട്ട് ഒന്ന് സ്ക്രീൻ നോക്കാം. ഞാനിവിടെ WS4 24-25 വസ്തു നികുതി നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്യുന്ന ബജറ്റിൽ നിന്ന് കിട്ടുമെന്ന് 23-24 വസ്തു നികുതിയും 22-23 വസ്തു നികുതിയും കൊടുത്തു. ഇപ്പം നിങ്ങൾ നോക്കിയേ, എസ്റ്റിമേറ്റ്സ് ഫോർ ദ ബജറ്റ് ഇയർ ബേസ്ഡ് ഓൺ ഗ്രോത്ത് റേറ്റ് എന്ന ഭാഗത്ത് 25-26 വരാൻ സാധ്യതയുള്ള ഒരു തുക ലഭിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തുക 25-26 എടുക്കാവുന്നതാണ്. അല്ല എങ്കിൽ സാഹചര്യം പോലെ യുക്തി പോലെ ഇവിടെ തുക മാറ്റിയും കൊടുക്കാവുന്നതാണ്. ഇത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ യുക്തിയാണ്. നോക്ക്, ഇവിടെ നമുക്ക് പ്രൊജക്ഷൻ മെത്തേഡ് 28,06,612 രൂപയാണ് ലഭിച്ചത്. നമ്മളിവിടെ എമൗണ്ട് കൊടുക്കുമ്പോൾ റൗണ്ട് ഫിഗർ കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ഞാൻ നോക്കിയേ, പക്ഷേ 25-26 BS1 ഞാൻ 30 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. കാര്യം ഞാൻ അവിടെ പ്രൊജക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല, പകരം ഞാൻ അസംഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് 30 ലക്ഷം രൂപ 25-26 വസ്തു നികുതി കിട്ടും എന്ന അസംഷനിൽ ഞാൻ അവിടെ 30 ലക്ഷം കൊടുക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രൊജക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രൊജക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഞാൻ എന്തായാലും എൻ്റെ ബജറ്റിൽ അസംഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഈ BS1ഉം 2ഉം ഫില്ല് ചെയ്യുന്നത്. നിങ്ങൾ സ്ക്രീൻ ശ്രദ്ധിക്കുക. ഞാൻ BS1ഉം 2ഉം തൊട്ട് മുൻ 2 വർഷത്തെ എമൗണ്ടുകൾ കൂടി ഒന്ന് പരിഗണിച്ചുകൊണ്ട് BS1ഉം 2ഉം ഫില്ല് ചെയ്തു. മൂന്നാമത്തെ കോളം BS3 ആണ്. BS3 2025-26 നമുക്ക് ലഭിക്കുന്ന ജനറൽ പർപ്പസ് ഫണ്ടാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബജറ്റ് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ബജറ്റിൻ്റെ അനക്സർ 4 സ്റ്റേറ്റ് ബജറ്റ് അനക്സർ 4 നമുക്ക് കിട്ടുന്ന പ്ലാൻ ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാൻഡ്, ധനകാര്യ കമ്മീഷൻ, ജനറൽ പർപ്പസ് ഗ്രാൻഡും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ബജറ്റ് ഒന്ന് എടുക്കുക. നമ്മുടെ സ്റ്റേറ്റ് ബജറ്റ് എടുത്തിട്ട് അതിൽ അനക്സർ 4 നിന്ന് ജനറൽ പർപ്പസ് ഫണ്ട് എത്ര കിട്ടുന്നത്, എൻ്റെ പഞ്ചായത്തിൽ കിട്ടുന്ന എമൗണ്ട് ഞാനിവിടെ ഫില്ല് ചെയ്തു. ഇപ്പം നമ്മൾ ആദ്യത്തെ 3 ഷെഡ്യൂളുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ യുക്തി ഉപയോഗിച്ചാണ് പരമാവധി ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. BS3 ഡീറ്റെയിൽ ഒക്കെ നമുക്ക് സ്റ്റേറ്റ് ബജറ്റിൽ നിന്ന് കിട്ടുകയും ചെയ്യും. BS4ഉം 7ഉം 9ഉം 12ഉം പ്ലാൻ ആണ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് ലാസ്റ്റ് നോക്കാം, എങ്ങനെ ചെയ്യുമെന്ന് ലാസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് BS5ഉം 10ഉമാണ്. BS5 നമുക്കറിയാം നമുക്ക് കിട്ടുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള തുകകളാണ്. മുൻവർഷത്തെ പെൻഷൻ എമൗണ്ടുകളൊന്ന് നിരീക്ഷിക്കുക. അതിൽ നിന്ന് ചെറിയൊരു തുക കൂടി വ്യത്യാസപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, BS5 കൊടുക്കുക. അതേ എമൗണ്ട് തന്നെ BS10 കൊടുക്കുക. ഇനി ഏതെങ്കിലും ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഫോർ നമ്പർ A2 ഏതെങ്കിലും വരവുകൾ ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് ഘടകസ്ഥാപനത്തിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, BS10 കൊടുക്കുക. ഇവിടെ അത് ഞാൻ BS5ഉം BS10ഉം ഫില്ല് ചെയ്തു. ഇനി BS6ഉം BS11ഉം ആണ്. BS6 നമുക്കറിയാം ലോണാണ്. ലോൺ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്ത് അടുത്ത വർഷം ലോൺ എടുത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച് ഒരു മൂലധന ആസ്തി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, മൂലധന ആസ്തി ആയിരിക്കണം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ തുകയാണ് നിങ്ങൾ BS6 രേഖപ്പെടുത്തേണ്ടത്. എന്നാൽ ലൈഫിന് എടുക്കുന്ന ഹഡ്കോ ലോണൊന്നും BS6 രേഖപ്പെടുത്തരുത്. ഇനി മുൻവർഷം എടുത്ത ഏതെങ്കിലും മൂലധന ലോണുകളുടെ തിരിച്ചടവുണ്ട് എങ്കിൽ അത് BS11 രേഖപ്പെടുത്തണം. ഹഡ്കോ ലോണിൻ്റെ അല്ല, മൂലധന ലോണുകളുടെ ഏതെങ്കിലും തിരിച്ചടവ്, മുൻവർഷങ്ങൾ എടുത്ത ലോണുകളുടെ തിരിച്ചടവ് 25-26 ഉണ്ടെങ്കിൽ അത് നിങ്ങൾ BS11 രേഖപ്പെടുത്തണം. ഇവിടെ ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ആയതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ 0 കൊടുക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, BS6 നിങ്ങൾ ആകെ 25-26 എടുക്കുന്ന ലോൺ തുകയാണ്. BS11 എന്ന് പറഞ്ഞാൽ മുൻവർഷങ്ങൾ എടുത്തതിൻ്റെ തിരിച്ചടവ് തുകയാണ്. അതുകൊണ്ട് തന്നെ BS6ഉം 11ഉം ഒരിക്കലും തുല്യമാവുകയില്ല. നിങ്ങളത് നോക്കി കൺഫ്യൂഷൻ എടുക്കേണ്ട. ഞാൻ ഇവിടെ തൽക്കാലം അങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവിടെയൊക്കെ 0 കൊടുത്ത് പോവുകയാണ്. അടുത്ത ഷെഡ്യൂൾ BS13 ആണ്. ഋണ ശീർഷ കണക്കുകൾ എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങുന്ന തുകകളാണ്. ഡെപ്പോസിറ്റ്, EMD പോലുള്ള ലൈബിലിറ്റികൾ വേണമെങ്കിൽ ഈ ഭാഗത്ത് ഉൾപ്പെടുത്താം. ഇതിലെ വിവിധ ഹെഡുകളിൽ മുൻവർഷത്തെ ആധാരമാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ തുകകൾ കൊടുക്കാം. ഈ ഷെഡ്യൂളിന് ആക്ച്വലി വലിയ പ്രാധാന്യമൊന്നുമില്ല. നമ്മുടെ ബജറ്റ് സ്റ്റേറ്റ്മെന്റിൽ ഒരിടത്തും ഇതിലെ തുകകൾ പ്രതിഫലിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എത്ര തുക എടുത്തതിന്റെ വരവും ചെലവും ഒരുമിച്ച് കൊടുത്താൽ മതി. ഷെഡ്യൂളിലെ പ്രാധാന്യം ഇല്ലെന്ന് ആദ്യമേ പറഞ്ഞു. വരവിലും ചെലവിലും തുകകൾ തുല്യമാണെന്ന് മാത്രം നിങ്ങൾ ഉറപ്പിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ ഏറ്റവും ശ്രദ്ധാപൂർവം ചെയ്യേണ്ടത് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട BS4, BS7, BS9, BS12 2025-26 പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഷെഡ്യൂളുകളൊക്കെ നമ്മളൊരു ഏകദേശ കണക്ക് വെച്ചോ, ഒന്നുകിൽ പ്രൊജക്ഷൻ മെത്തേഡ് വെച്ചോ അല്ലെങ്കിൽ അസംഷൻ മെത്തേഡ് വെച്ചോ ഒക്കെയാണ് നമ്മൾ ഇതുവരെയുള്ള ഷെഡ്യൂളെല്ലാം ചെയ്തത്. പക്ഷേ പ്ലാൻ ഷെഡ്യൂളുകൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായ കണക്ക് വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ പറയാൻ കാരണം കൃത്യമായ പ്ലാനിൻ്റെ കണക്കുകൾ, തുകകൾ നമ്മുടെ കയ്യിലുണ്ട്. കാരണം സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ ലഭിക്കുന്ന പ്ലാൻ ഫണ്ടിൻ്റെ വിശദമായ കറക്റ്റായിട്ടുള്ള ഫിഗർ എല്ലാ പഞ്ചായത്തുകൾക്കുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഫിഗറുകൾ കറക്റ്റ് ഫിഗറുകളായിരിക്കണം. അസംഷൻ രീതിയൊന്നും ഇവിടെ ഉപയോഗിക്കരുത്. ബജറ്റ് മാനുവൽ പ്രകാരം DPC അംഗീകരിച്ച പദ്ധതികളുടെ ഡീറ്റെയിൽസ് ആണ്, അവയുടെ കണക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്.
നമ്മുടെ പല പഞ്ചായത്തുകളിൽ 25-26 DPC കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിഷയമേഖല തിരിച്ചുള്ള കണക്കുകളെങ്കിലും പഞ്ചായത്തിൽ നിന്ന് ലഭ്യമായിരിക്കണം. എന്ന് വെച്ചാൽ കരട് പദ്ധതികളോ അന്തിമ പദ്ധതികളോ പഞ്ചായത്ത് അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയിപ്പോൾ സുലേഖയിൽ ഡാറ്റ എൻട്രി വരുത്തിയില്ലെങ്കിൽ പോലും അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ പോലും അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബജറ്റിൽ പ്ലാൻ ഷെഡ്യൂളുകൾ ചെയ്യാൻ പറ്റും. ഈ 4 ഷെഡ്യൂളുകളിൽ പ്ലാനിന്റെ ഭാഗമല്ലാതെ നോൺ പ്ലാനിന്റെ കുറച്ച് വരവും ചെലവുകളും കൂടി ഉണ്ട്. ഞാൻ ലാസ്റ്റ് പറയാം. നമുക്ക് ആദ്യം പ്ലാൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമ്മുടെ സംസ്ഥാന ബജറ്റ് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പ്ലാൻ ഫണ്ട്, ധനകാര്യ കമ്മീഷൻ, മെയിൻ്റനൻസ് സ്റ്റാൻഡ്, ജനറൽ പർപ്പസ് ഫണ്ട്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് പ്ലാനിൻ്റെ അനക്സർ 4 എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് ഡീറ്റെയിൽ എല്ലാം കിട്ടും. ഈ BS4, BS7, BS9, BS12 ഈ 4 പ്ലാൻ ഷെഡ്യൂളുകളിൽ എൻട്രി വരുത്തുന്നതിന് പല രീതികളുണ്ട്. പലരുടെ ക്ലാസ്സിലും പല രീതിയിലാണ് ഇതിലേക്കുള്ള എൻട്രി പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ പല ക്ലാസ്സുകൾ കേട്ടുകയാണ്, അതിലൊക്കെ പല രീതിയിലായിരിക്കും പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന ഒരു രീതി മാത്രം സ്വീകരിക്കുക. 2-3 രീതികൾ തലയിൽ വെച്ചാൽ അത് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ, ഏതെങ്കിലും ഒരു രീതി, ഞാൻ പറയുന്ന രീതി തന്നെ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. മറ്റു ക്ലാസ്സുകളിൽ കേട്ട രീതി ഉണ്ടെങ്കിൽ അതായാലും മതി. അതിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ വർക്ക്ഷീറ്റ് 2ലേക്ക് നമുക്ക് ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് തുകകൾ നേരിട്ട് രേഖപ്പെടുത്തുന്ന രീതിയാണ്. നിങ്ങൾ വർക്ക്ഷീറ്റ് 2ലേക്ക് കൊടുക്കുമ്പോൾ അത് ക്യാപിറ്റലും റവന്യൂവും തിരിച്ച് BS4ലും BS7ലും പ്രതിഫലിക്കും ബജറ്റുകളിൽ. അതുപോലെ WS3ലേക്ക് ഡേറ്റ കൊടുത്താൽ അത് ബജറ്റിന്റെ BS9ലേക്കും BS12ലേക്കും പ്രതിഫലിക്കും. ചില ടൂളുകളിലെങ്കിലും ചില സമയത്ത് നമ്മൾ WS2ലും 3ലും കൊടുക്കുന്ന ഡേറ്റ ഇപ്പുറത്തെ ബജറ്റ് ഷെഡ്യൂളിലേക്ക് വരത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എററുകൾ ഉണ്ടായിരിക്കും വരാത്തത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബജറ്റ് ഷെഡ്യൂളിലേക്ക് പ്ലാൻ ഷെഡ്യൂളുകൾക്ക് നേരിട്ട് എൻട്രി ചെയ്യുന്ന രീതിയാണ്. ഞാൻ WS1, 2ലോട്ടോ 3ലോട്ടോ ഒന്നും പോകുന്നില്ല. ബജറ്റ് ഷെഡ്യൂൾ BS4ലേക്കും 7ലേക്കും 9ലേക്കും 12ലേക്കും നേരിട്ട് എൻട്രി ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ ചെയ്ത് എനിക്ക് എളുപ്പമെന്ന് തോന്നുന്ന രീതിയാണിത്. വലിയ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയാണിത്. നിങ്ങൾക്കിത് തന്നെ ഫോളോ ചെയ്യണം ഒരു നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾക്ക് മറ്റു ക്ലാസ്സുകളിൽ എളുപ്പമായ ഒരു വഴി കേട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ആദ്യം വേണ്ടത് 2025-26ലേക്ക് പഞ്ചായത്ത് അംഗീകരിച്ച പദ്ധതികളുടെ ലിസ്റ്റാണ്. ഇനിയിപ്പോൾ അംഗീകരിച്ചിട്ടില്ല, കരട് തീരുമാനങ്ങൾ മാത്രമേ ആയിട്ടുണ്ടെങ്കിൽ വിഷയമേഖല തിരിച്ചുള്ള ലിസ്റ്റ് ആയാലും മതി. ഒരു എക്സൽ റിപ്പോർട്ട് ആണെങ്കിൽ ഏറ്റവും എളുപ്പം, നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിരിക്കും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എക്സൽ റിപ്പോർട്ട് പഞ്ചായത്തിലുള്ള പ്ലാൻ സീറ്റിൽ നിന്ന് വാങ്ങി വെക്കണം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് സേവ് ചെയ്തിട്ടേക്കണം. ഇനി നിങ്ങൾ 2025-26 പ്രൊജക്ട് ഡാറ്റ എൻട്രി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ രൂപത്തിലാക്കിയാലും മതി. ഞാനിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് നമുക്ക് ലഭിക്കുന്ന പരമാവധി ഫണ്ടുകളുടെ ഡീറ്റെയിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് പിന്നെ പ്ലാൻ ഫണ്ട് കൂടാതെ ബ്ലോക്ക് ഷെയർ, ജില്ലാ ഷെയർ, ഓൺ ഫണ്ട്, ഗുണഭോക്തൃ വിഹിതം, അതുപോലെ SBM, ഹെൽത്ത് ഗ്രാന്റ്, പിന്നെ സ്റ്റേറ്റ് ഷെയർ, സെൻട്രൽ ഷെയർ, അങ്ങനെ എല്ലാ ഫണ്ടുകളും ഉൾപ്പെടെയുള്ളൊരു ഡാറ്റ ഷീറ്റാണ് ഞാൻ ഉണ്ടാക്കിയിട്ട്. അത് നമുക്ക് ബജറ്റ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഇത് ഈ ഒരു രീതി വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റ് കാണാം. അതിനകത്ത് എൻ്റെ പഞ്ചായത്തിൻ്റെ പദ്ധതികളുടെ എല്ലാ ഡീറ്റെയിലും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഫണ്ടുകളുടെ ഡീറ്റെയിൽ ഓരോ പ്രൊജക്റ്റും ഏതൊക്കെ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഈ ഒരു ഷീറ്റ് കണ്ടാൽ ആദ്യം മനസ്സിലാക്കേണ്ടി, പദ്ധതി കണ്ടാൽ നിങ്ങൾക്ക് ആദ്യം ഈ പദ്ധതി ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. പദ്ധതി നിർവഹണം വഴി ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ വാങ്ങൽ, ഒരു ബിൽഡിംഗ് നിർമ്മാണം, ഇതെല്ലാം ഒരു ക്യാപിറ്റൽ അസറ്റ്, ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതല്ലാതെയുള്ള എല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതായത് വീട് നിർമ്മാണത്തിന് പൈസ കൊടുക്കുക, ഓഫീസിലെ കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് ചെയ്യുക, സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കുക, ഇതെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എക്സൽ ഷീറ്റിനകത്ത് റിപ്പോർട്ട് കാണുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. പദ്ധതി എന്ത് ആവശ്യത്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്ലാൻ സീറ്റിൽ നിന്ന് കിട്ടുകയാണ് കാട്ടിൽ മുക്ക് റോഡ് എന്ന് മാത്രം പദ്ധതിയുടെ പേര് കിട്ടുകയാണ്. ഇങ്ങനൊരു പേര് കിട്ടിയ അക്കൗണ്ടന്റ് ആ റോഡ് പുനരുദ്ധാരണമാണോ പുതിയ റോഡ് നിർമ്മാണമാണോ എന്നൊന്നും അറിയാൻ കഴിയത്തില്ല. അപ്പോൾ പ്ലാൻ സീറ്റിൽ നിന്ന് വരുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള പേര് വാങ്ങണം. അതുപോലെ തന്നെ സമേതം എന്നൊരു പേര് വെച്ചൊരു പദ്ധതി പ്ലാൻ സീറ്റ് തരെയാണ്. അത് കാണുമ്പോൾ നമ്മുടെ പാവം അക്കൗണ്ടന്റിന് അറിയാൻ പറ്റത്തില്ല ഇത് ക്യാപിറ്റലാണോ റവന്യൂ ആണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ തരുന്ന ലിസ്റ്റ് എന്ത് ചെയ്യുക, പേര് പക്കയായിട്ട് എഴുതി വാങ്ങും. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണം പുതിയൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പം നമ്മുടെ കയ്യിൽ കറക്റ്റ് പദ്ധതികളുടെ പേരുള്ള ഒരു എക്സൽ ഷീറ്റ് ഉണ്ട് അല്ലേ. ഞാനിനി അതിൽ ആ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ബജറ്റ് കോഡ് എന്നൊരു കോളം കൂടി ആഡ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ബജറ്റ് കോഡ് എന്ന് പറഞ്ഞൊരു കോളം കൂടി ആഡ് ചെയ്തു. ഇനി ഈ ബജറ്റ് കോഡിൽ ഈ ഡീറ്റെയിൽ എങ്ങനെ കൊണ്ടുവരുമോ ഞാൻ കാണിച്ചിട്ട് നോക്കിക്കോളാം. അപ്പോൾ നമ്മൾ എക്സൽ ഷീറ്റിലേക്ക് ബജറ്റ് കോഡ് ആഡ് ചെയ്തു. ഞാൻ 1-2 കാണിച്ചത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആദ്യത്തെ പ്രോജക്റ്റിന്റെ നെൽകൃഷി വികസനമാണ്. നമുക്കറിയാം നെൽകൃഷി വികസനം അതൊരു റവന്യൂ ചെലവാണ് അല്ലേ. അതുകൊണ്ട് ആസ്തി ഒന്നും ഉണ്ടാക്കുന്നില്ല, അതൊരു റവന്യൂ ചെലവാണ്.
അപ്പോൾ റവന്യൂ ചെലവുകളുടെ ഡീറ്റെയിലൊക്കെ ബജറ്റ് ടൂളിൽ എവിടെ കാണും? BS9 കാണും. അപ്പോൾ ഇതിൻ്റെ ബജറ്റ് കോഡ് BS9 കാണും. നമുക്ക് ബജറ്റ് ടൂൾ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ BS9 നോക്കാം. BS9 നോക്കിയപ്പോൾ ഇവിടെ ആദ്യം തന്നെ കിടപ്പുണ്ട് കൃഷിയും അനുബന്ധ മേഖലകളും നെൽകൃഷി. അതിൻ്റെ ബജറ്റ് കോഡ് 250-1001 എന്നാണ് ബജറ്റ് കോഡ്. അതെന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ വന്നിട്ട് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന എക്സലില് ബജറ്റ് കോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ആ 250-1001 എന്ന അതിൻ്റെ ബജറ്റ് കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. എനിക്ക് ലിസ്റ്റിൽ രണ്ടാമത് പാലിയേറ്റീവ് കെയർ ആണ്. അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ BS9 കാണാം. 2 തുടങ്ങുന്ന എക്സ്പെൻഡിച്ചർ ആണ്, BS9 കാണാം. ഞാൻ BS9 ഓപ്പൺ, ബജറ്റ് ടൂളിൽ BS9 ഓപ്പൺ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന എല്ലാ പേരുകളും അതുപോലെ ബജറ്റ് കോഡ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം ഏറ്റവും ആപ്റ്റായ ഒരു ബജറ്റ് കോഡ് കൊടുക്കും. ഇവിടെ പാലിയേറ്റീവ് എന്ന് പറഞ്ഞൊരു ബജറ്റ് കോഡ് ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ അവിടെ നോക്കിയേ, അവിടെ സെർച്ച് ചെയ്തിട്ട് പാലിയേറ്റീവ് കെയറിന് പൊതു ആരോഗ്യ പരിപാടിയുടെ കോഡ്, അതായത് 251/2002 കൊടുത്തു. അത് നേരെ കൊണ്ടുവന്നു എക്സലിൽ കൊണ്ടുവന്നു ആ ബജറ്റ് കോഡ് കൊടുത്തു. ഇനി നോക്കിയാൽ ലിസ്റ്റിലുള്ള മറ്റൊരു വർക്കാണ് റോഡ് കോൺക്രീറ്റ്. പുതിയ റോഡ് കോൺക്രീറ്റ് ആണ് കേട്ടോ. അതായത് ഒരു പുതിയൊരു ആസ്തി സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, മനസ്സിലായി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എവിടെ കാണും? അതിൻ്റെ കോഡ് BS12 കാണും. അപ്പോൾ ഞാൻ നേരെ BS12 പോയിട്ട് അതിൻ്റെ കോഡ് ഉണ്ടോ എന്ന് നോക്കി. ഇതേ കോഡ് ബജറ്റ് ടൂളിൽ നിന്ന് കിട്ടി, 410-3001. നമ്മൾ അത് കൊണ്ടുവന്ന് എക്സലിൽ എൻ്റർ ചെയ്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന പദ്ധതികൾക്ക് എല്ലാം എന്ത് ചെയ്യണം? ബജറ്റ് ടൂളിൽ നിന്ന് ബജറ്റ് കോഡ് കണ്ടുപിടിക്കണം. അത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ബജറ്റ് ടൂളിൽ നിന്ന് ബജറ്റ് കോഡ് എല്ലാ പദ്ധതിക്കും കണ്ടുപിടിക്കണം. കൃത്യമായ കോഡ് കിട്ടിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞു ഏറ്റവും ആപ്റ്റായ ഒരു കോഡ് കൊടുത്താൽ മതി. ഇത് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. എല്ലാ പദ്ധതികളുടെയും ബജറ്റ് കോഡ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ എക്സൽ ഷീറ്റ് കാണാം. ഇവയെല്ലാം ക്രമം തെറ്റിയാണ് കിടക്കുന്നത്. നമുക്ക് ആദ്യം ഇവ എന്ത് ചെയ്യാം? ഇവയൊന്ന് അസെൻഡിങ് ഓർഡർ ഒന്ന് സോർട്ട് ചെയ്യുക. ഈ എക്സൽ ഷീറ്റ് ഒന്ന് ആ എൻട്രി ഉള്ള ഭാഗം മുഴുവൻ ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ പോയിട്ട് കസ്റ്റം സോർട്ട് എടുത്തിട്ട് അവിടെ കസ്റ്റം സോർട്ട് സെലക്ട് ചെയ്യണം. സോർട്ട് ബൈ, നമുക്ക് ബജറ്റ് കോഡ് അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ സോർട്ട് ബൈ ബജറ്റ് കോഡ് കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ നോക്കി ബജറ്റ് കോഡിന്റെ അടിസ്ഥാനത്തിൽ ഈ ലിസ്റ്റ് മൊത്തം സോർട്ട് ആയതായിട്ട് കാണാം. ഇപ്പോൾ 2 തുടങ്ങുന്ന ഹെഡുകളെല്ലാം ആദ്യം വന്നു. എൻ്റെ ഏറ്റവും താഴെ 4 തുടങ്ങുന്ന ഹെഡുകൾ വന്നിട്ടുണ്ട്. ഇനി ഈ ലിസ്റ്റിൽ നമുക്ക് പദ്ധതിക്കായിട്ട് ആകെ ലഭിക്കുന്ന തുക എത്രയെന്ന് നോക്കാം. അതായത് ഇപ്പം നോക്കി, ഞാൻ ആദ്യത്തെ കോളം പ്ലാൻ ഫണ്ട് ജനറൽ ആണ്. അതിൻ്റെ ടോട്ടൽ കാണാൻ വേണ്ടി ഞാൻ അത് ടോട്ടൽ ചെയ്തിട്ട് ആ ഫോർമുല എല്ലാ കോളത്തിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓരോ ഫണ്ടിനത്തിൽ ആകെ ലഭിക്കുന്ന തുക നമുക്ക് കിട്ടും. ഇവിടെ പ്ലാൻ ഫണ്ടും മെയിൻ്റനൻസ് സ്റ്റാൻഡും ധനകാര്യ കമ്മീഷനൊക്കെ ബജറ്റിൻ്റെ തുക തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തോളാം. ഇപ്പം നമ്മൾ ആകെ പദ്ധതിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്കിനി ഇതിന് എന്ത് ചെയ്യണം? ഇവയെ നമുക്ക് മൂലധന ചെലവുകളായിട്ടും റവന്യൂ ചെലവുകളായിട്ടും തിരിക്കണം, അല്ലേ? അപ്പം നമുക്കറിയാം മൂലധന ചെലവുകളൊക്കെ 4-ലും റവന്യൂ ചെലവുകളൊക്കെ 2-ലുമാണ്. നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റിൽ 2 തുടങ്ങുന്ന ഹെഡുണ്ട്, 4 തുടങ്ങുന്ന ഹെഡുണ്ട്, അല്ലേ? അപ്പോൾ 2 തുടങ്ങുന്ന റവന്യൂ ചെലവുകൾക്ക് എത്ര രൂപ നമ്മൾ വകയിരുത്തുന്നു, 4 തുടങ്ങുന്ന മൂലധന ചെലവുകൾക്ക് എത്ര തുക വകയിരുത്തുന്നു കാണാൻ എളുപ്പമാണ്. ചെയ്യാൻ വേണ്ടി 2 തുടങ്ങുന്ന ബജറ്റ് ഹെഡ് അവസാനിക്കുന്നതിന് തൊട്ട് താഴെ ഒരു റോ ഒന്ന് ഇൻസർട്ട് ചെയ്യണം. അവിടെ ഡ്രോ ഇൻസർട്ട് ചെയ്തിട്ട് അവിടെ ടോട്ടൽ ഒന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അതുവരെ 2 തുടങ്ങുന്ന ഹെഡുകളുടെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ അവിടെ ഒന്ന് കാണാനൊന്ന് ഡ്രാഗ്, എല്ലാ കോളത്തിലും കൂടി ഡ്രാഗ് ചെയ്യുമ്പോൾ ഓരോ ഫണ്ടിനത്തിലും റവന്യൂ വരവിന് വേണ്ടി എത്ര രൂപ നമ്മൾ മാറ്റി വെച്ചു എന്ന് കാണാൻ കഴിയും. നിങ്ങളിപ്പോൾ നോക്കി, ഞാനിപ്പോൾ ചെയ്തപ്പോഴേക്കും പ്ലാൻ ഫണ്ട് ജനറലിൽ നിന്ന് റവന്യൂ പദ്ധതികൾക്കായിട്ട് 1,08,26,086 രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? അപ്പം നമുക്ക് മനസ്സിലായി പ്ലാൻ ഫണ്ട് ജനറലിൽ നിന്ന് റവന്യൂ വരവുകൾക്ക് വകയിരുത്തിയ തുക 1,08,26,086 രൂപയാണ്. ഇത് നമ്മൾ നേരെ എടുത്ത് എന്ത് ചെയ്യും? ഈ തുക BS4-ലാണല്ലോ പ്ലാൻ ഫണ്ട് വരവ് കൊടുക്കേണ്ടത്. BS4-ൽ കൊണ്ടുപോയിട്ട് പ്ലാൻ ഫണ്ടിന് നേർക്ക് ഈ തുക കൊടുത്തു. ഇതേപോലെ എല്ലാ ഫണ്ടുകളുടെ തുകയും റവന്യൂ വരവ് ഭാഗത്ത് വന്ന എല്ലാ ഫണ്ടുകളുടെ തുകയും നിങ്ങൾ കൊണ്ട് BS4-ൽ കൊണ്ട് എൻട്രി ചെയ്ത് കൊടുക്കണം. ഇനി മൂലധന ചെലവുകൾക്കായിട്ടുള്ള വകയിരുത്തലുണ്ടല്ലോ, അത് BS7-ൽ കൊടുക്കേണ്ടതാണ്. അതിൻ്റെ എമൗണ്ട് ഓരോ ഫണ്ടിനെ എങ്ങനെ കണ്ടുപിടിക്കും? വേറെ ഒന്നുമില്ല. 4 തുടങ്ങുന്ന ഹെഡ് അവസാനിക്കുന്ന ഭാഗത്ത് ഒന്ന് സം കൊടുത്തിട്ട് ബജറ്റ് കോഡുകളൊന്ന് കൂട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ഡ്രാഗ് ചെയ്ത് എല്ലാ കോളത്തിലേക്കും വെച്ചപ്പോൾ മൂലധന ചെലവുകൾക്കായിട്ട് ഉള്ള വകയിരുത്തലും കിട്ടി, 4 തുടങ്ങുന്ന ഹെഡുകളും കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കിയേ, പ്ലാൻ ഫണ്ട് ജനറലിൽ കണ്ടോ മൂലധന ചെലവുകൾക്കായിട്ട് തുകയൊന്നും വെച്ചിട്ടില്ല. അപ്പം നിങ്ങൾ BS7-ൽ പ്ലാൻ ഫണ്ട് ജനറലിന്റെ ഭാഗത്ത് 0 കൊടുത്താൽ മതി. എന്നാൽ പ്ലാൻ ഫണ്ട് പട്ടികജാതി നോക്കി 2,50,000 രൂപ അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ BS7-ൽ പോയിട്ട് പ്ലാൻ ഫണ്ട് SCP എന്നുള്ള ഭാഗത്ത് ഈ 2,50,000 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ BS7-ൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്ത് ഈ തുക SC-യുടെ ഫണ്ടിന്റെ കോളത്തിൽ കൊടുത്തു. ഈ ധനകാര്യ കമ്മീഷൻ ഫണ്ട് ചെയ്ത് മൂലധന പദ്ധതികൾക്കായിട്ട് 28,80,520 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൊടുത്തു. ഇങ്ങനെ ഈ ഭാഗത്ത് നിങ്ങൾ BS7-ലും
ഈ എക്സൽ ഷീറ്റ് നോക്കിയിട്ട് എല്ലാ തുകയും എന്ത് ചെയ്യണം, എല്ലാ ഫണ്ടുകളും എൻട്രി ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു എക്സൽ തയ്യാറാക്കിയുള്ള നമ്മുടെ ഗുണമെന്ന് പറഞ്ഞാൽ BS4-ലേക്കുള്ളതും 7-ലേക്കുള്ളതുമായ തുകകൾ മുഴുവൻ കിട്ടി. അതേപോലെ തന്നെ BS11-ലേക്കും BS9-ലേക്കും BS12-ലേക്കുമുള്ള എമൗണ്ടും ഇവിടുന്ന് കിട്ടും. അതെങ്ങനെ കിട്ടുന്നൂടി നോക്കാം. ഞാൻ അത് ചെയ്യാൻ വേണ്ടി ഈ എക്സൽ മുഴുവൻ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡേറ്റയിൽ ചെന്നിട്ട് സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്തു. അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ എന്ന ഭാഗത്ത് എനിക്ക് ബജറ്റ് കോഡിന്റെ അടിസ്ഥാനത്തിലാണ് സബ് ടോട്ടൽ ചെയ്യേണ്ടത്. ഞാൻ ബജറ്റ് കോഡ് സെലക്ട് ചെയ്തിട്ട് സബ് ടോട്ടൽ എന്ന ഭാഗത്ത് എനിക്ക് ടോട്ടലിന്റെ കോളത്തിലാണ് വേണ്ടത്. ടോട്ടൽ സെലക്ട് ചെയ്തു. ഇനി ഓക്കെ കൊടുത്തു നോക്കി. ഇപ്പം നോക്കിയേ, ബജറ്റ് കോഡ് അനുസരിച്ച് അവയുടെ ടോട്ടൽ ആ ഷീറ്റിൽ സോർട്ട് ആയിട്ടുമുണ്ട്. അതുപോലെ അതിൻ്റെ സം വന്നിട്ടുമുണ്ട്. അത് ഓരോ ബജറ്റ് കോഡിലും എത്ര രൂപ ആകെ വകയിരുത്തിയിരിക്കുന്നു. ഇപ്പം കൃഷിയുടെ 5 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ 5 പ്രോജക്റ്റിലും കൂടി എത്ര രൂപ വകയിരുത്തിയിരുന്നു, ആ രീതിയിൽ ലിസ്റ്റ് കിട്ടും. ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി എന്ത് രേഖപ്പെടുത്താം, BS9-ഉം BS12-ഉം രേഖപ്പെടുത്താം. വളരെ ഈസിയാണത് ഈ ഷീറ്റിൽ രേഖപ്പെടുത്താൻ. എങ്ങനെയെന്ന് നോക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. 2-ൽ തുടങ്ങുന്ന റവന്യൂ ചെലവുകൾ BS9-ലും രേഖപ്പെടുത്തും. മൂലധന ചെലവുകൾ അതുപോലെ 4-ൽ തുടങ്ങുന്നതാണെങ്കിൽ എവിടെ രേഖപ്പെടുത്തും, BS12-ലും രേഖപ്പെടുത്തും. ഞാൻ ഒന്നെണ്ണം ചെയ്ത് കാണിക്കാൻ നോക്കിയേ. ഫസ്റ്റ് ബജറ്റ് കോഡ് നോക്കിയേ നിങ്ങൾ നമ്മുടെ ഷീറ്റിലെ 250,001 ആണല്ലോ. അതിൻ്റെ എമൗണ്ട് 40,87,000 നെൽകൃഷിയാണ്. എൻ്റെ പഞ്ചായത്ത് നെൽകൃഷിക്ക് വേണ്ടി 40,87,000 രൂപ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ഫണ്ട് കൊടുത്ത് ആദ്യം നമ്മളത് കൊടുത്തായിരുന്നു. ഇവിടെ നമ്മളത് ബജറ്റ് കോഡിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പോവുകയാണ്. 40,80,000 ബജറ്റ് കോഡ് 250,001. നമ്മൾ നേരെ ബജറ്റ് ടൂൾ ഓപ്പൺ ചെയ്ത് BS9-ൽ ചെന്നിട്ട് കണ്ടോ ആ ഹെഡിന് നേർക്ക് ഈ എമൗണ്ട് കൊടുത്തു. നമുക്ക് എക്സൽ ഒന്നുകൂടെ നോക്കാം. അടുത്ത ബജറ്റ് കോഡ് 250,10,11 അതിൻ്റെ ടോട്ടൽ എത്രയെന്ന് നോക്കി, 4,50,000. നമ്മൾ നേരെ ബജറ്റ് ടൂളിലോട്ട് പോയിട്ട് BS9 എടുത്തിട്ട് ആ എമൗണ്ട് കൊടുത്തു. ഇങ്ങനെ BS9 നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സൽ ഷീറ്റ് നോക്കി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. BS4 കൊടുത്ത എമൗണ്ടോ അതിനേക്കാളും കൂടുതലോ ആയിരിക്കും BS9. കാര്യം ഓൺ ഫണ്ടിന്റെ രേഖപ്പെടുത്തൽ BS4-ൽ വരത്തില്ല, BS9-ൽ വരും. ശ്രദ്ധിച്ചോളാം. ഇതേപോലെ മൂലധന ആസ്തികളുടെ ഭാഗവും നമുക്ക് ഫില്ല് ചെയ്യാൻ നോക്കി. അവിടെ ആദ്യത്തെ ഞാൻ അവിടെ ഒരു കോഡ് കാണിച്ചു തരാം. 410,3001 ഈ ഹെഡിന്റെ ടോട്ടൽ നോക്കിയേ, 2,08,320 രൂപയാണ്. അപ്പം നമ്മൾ നേരെ ബജറ്റ് ടൂളിലോട്ട് പോയിട്ട് BS12-ലാണ് കൊടുക്കേണ്ടത്. BS12-ൽ ആ ബജറ്റ് കോഡിന് നേർക്കത ആ എമൗണ്ട് കൊടുത്തു. ഇനി മറ്റൊരു ഹെഡ് നോക്കിയാൽ 410,71,01 ഈ ബജറ്റ് ഹെഡിൻ്റെ ടോട്ടൽ 10 ലക്ഷം രൂപയാണ്. നമ്മൾ ബജറ്റ് ടൂൾ നേരെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഹെഡിന് നേർക്ക് ആ 10 ലക്ഷം കൊടുത്തു. പ്രകാരം BS12-ലും വേണ്ട എല്ലാ രേഖപ്പെടുത്തലും എന്ത് ചെയ്യുക, ഈ ഷീറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പ്ലാൻ ഷെഡ്യൂളുകളായ BS4, BS7, BS9, BS12 ഇതിൻ്റെയൊക്കെ പ്ലാൻ എമൗണ്ടുകളെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആക്കി. ഞാൻ നേരത്തെ പറഞ്ഞു BS4 ഈ ഷെഡ്യൂളുകളിൽ പ്ലാനിൻ്റെ എമൗണ്ടുകൾ മാത്രമല്ല വരുന്ന പ്ലാൻ ഷെഡ്യൂളുകൾ എന്നാണ് പറയുന്നതെങ്കിൽ അവയിൽ പ്ലാൻ മാത്രമല്ല MGNREGSൻ്റെ ഫണ്ട് പോലെ, MB ഫണ്ട് പോലെ, MLA ഫണ്ട് പോലെയുള്ള വർക്കുകളുടെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ വരണം. അപ്പം നമുക്ക് തൽക്കാലം MGNREGSൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊണ്ടുവരാം. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ റവന്യൂ പരമാണെങ്കിൽ BS4-ലും ക്യാപിറ്റൽ ആണെങ്കിൽ BS7-ലും കൊടുക്കുക. അതിൻ്റെയൊക്കെ ചിലവ് BS9-ലും 12-ലും കൊടുക്കുക. അപ്പോൾ NREGSൻ്റെ ഡീറ്റെയിൽ ആ സെക്ഷനിൽ ചോദിച്ചാൽ കിട്ടും. എത്ര രൂപയാണ് നമ്മുടെ 25-26 ഉദ്ദേശിക്കുന്ന ആക്ഷൻ പ്ലാനിൽ ചോദിച്ചാൽ കിട്ടും. NREGSൻ്റെ തുകയ്ക്കൊന്നും പരിധിയില്ലാത്തതിന് എത്ര കോടി രൂപ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. പക്ഷേ മുൻവർഷം കൊടുത്തതുമായിട്ട് യോജിക്കുന്ന ഒരു എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് MLA ഫണ്ട്, MB ഫണ്ടിലൊക്കെ ഇതുപോലെ തുകകൾ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ കൊടുക്കുക. ഇത്രയും ആയാൽ നമ്മുടെ ബജറ്റ് ഷെഡ്യൂളുകളെല്ലാം പൂർത്തിയായി. ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ നിങ്ങൾ പ്ലാനൊക്കെ ചെയ്ത് മനോജ് സാറിൻ്റെ പ്രൊജക്റ്റ് ഹെൽപ്പർ ടൂളിലാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നേരിട്ട് ബജറ്റ് ടൂളിലേക്കുള്ള മാപ്പ് ചെയ്യാനുള്ള ടൂള് സാറിൻ്റെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾ എക്സൽ ടൂളിൽ ബജറ്റ് ടൂളിനകത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഡേറ്റ കൊണ്ടുവരാൻ വേണ്ടി ഒരിക്കലും കട്ട് ആൻഡ് പേസ്റ്റ് ഉപയോഗിക്കരുത്. പകരം കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ വഴി മാത്രം ചെയ്യണം. ഇനി ഒരു കോളത്തിലെ ഡേറ്റ കളയണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ കണ്ടന്റ് കൊടുക്കുകയോ ചെയ്യണം. അല്ല അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾ അതിനകത്തുള്ള ഫോർമുല നഷ്ടപ്പെടുകയും നമ്മൾ കൊടുക്കുന്ന കണക്കുകൾ കറക്റ്റായിട്ട് മറ്റ് ഷെഡ്യൂളുകളിൽ പ്രതിഫലിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. ഒരു അറിവിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയുമായാലും 2025-26 ബജറ്റ് പ്രക്രിയ ഏതാണ്ട് പൂർണ്ണമായി എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റുകളെല്ലാം പരിശോധിച്ച് നമ്മൾ ചെയ്ത ബജറ്റ് ആക്യുറേറ്റ് ആണോ എന്ന് നോക്കണം. അതുപോലെ അതിന്റെ ബജറ്റിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും തയ്യാറാക്കേണ്ട ആമുഖം, നോട്ട്, ജെൻഡർ ബജറ്റ്, പെർഫോമൻസ് ബജറ്റ് ഇതൊക്കെ തയ്യാറാക്കണം. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നന്ദി, നമസ്കാരം.